തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തീരാ നഷ്ടം തന്നെയാണ്. സാധാരണ ഫോർമാലിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് അർത്ഥം ഉൾക്കൊണ്ട് തന്നെ പറയട്ടെ. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളും തിരക്കഥകളും സിനിമകളുമെല്ലാം ജനങ്ങളുടെ മുമ്പിലെത്തിയിരുന്നു. ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഇടയിലുള്ളൊരു പാലമായിരുന്നു MD എന്ന ചരിത്രകാരൻ. താങ്കൾ സൂചിപ്പിച്ച പോലെ ആരണ്യകത്തിലെ ആ ഒരു കഥാപാത്രം പറയുന്ന ഒരൊറ്റ വാക്ക് എനിക്ക് മാത്രം പോരല്ലോ, അതുതന്നെയായിരുന്നു MD വ്യത്യസ്തനാക്കിയിരിക്കുന്നത്. MD ഒരു ആശ്രയമായിരുന്നു, MD ഒരു ആവേശമായിരുന്നു. ഈ കേരളക്കരയിൽ ഏതെങ്കിലും അരുതാത്തതും സമൂഹത്തെ ജീർണിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ MD ഉണ്ടല്ലോ എന്നൊരാശ്വാസമായിരുന്നു എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നത്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ നേരത്തെ എബ്രഹാം മാത്യുവൊക്കെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം പറയുന്നതും പറയാതിരിക്കുന്നതും വാർത്തയായിരുന്നു. കാര്യം MDക്ക് സമം MD മാത്രമാണ്. അക്ഷരലോകത്തെ ഒരു സൂപ്പർ സ്റ്റാറായിരുന്നു അദ്ദേഹം. ഏത് തരത്തിലാണ് അദ്ദേഹം മഹാനായത്? എല്ലാ അർത്ഥത്തിലും തന്നെ ഒരു കഥാകൃത്ത് എന്ന നിലയിൽ, ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, ഒരു സംവിധായകൻ എന്ന നിലയിൽ, പത്രാധിപർ എന്ന നിലയിൽ, യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റേതായ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ മാത്രം കഴിവ് പ്രകടിപ്പിച്ചവരെ മഹാന്മാരായി കാണുന്ന ഈ നാട്ടിൽ അദ്ദേഹം അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന പെർപ്പച്വൽ മോണുമെൻറ്റ്, ഒരിക്കലും നശീകരിക്കാത്തൊരു സ്ഥാപനം തന്നെയാണ് NT വാസുദേവൻ നായർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ സാഹിത്യകൃതികൾക്ക് പ്രത്യേകിച്ച് പുതിയൊരു ഘടന കൊണ്ടുവന്ന് അതിന് വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് വിമർശകരുണ്ടാവാം, ഏത് വ്യക്തിക്കാണ് വിമർശകരില്ലാത്തത്? ഫ്യൂഡൽ സംസ്കാരങ്ങളുടെ എഴുത്തുകാരനാണ് MD എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും ആ ഫ്യൂഡൽ സംസ്കാരങ്ങളെ മഹത്വവൽക്കരിച്ചിട്ടില്ല. നാലുകെട്ട് എന്ന നോവലിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഈ നാലുകെട്ട് പൊളിച്ചിട്ട് ഒരു ചെറിയ കൂര വെച്ച് അവിടെ കാറ്റും വെളിച്ചമൊക്കെ കയറട്ടെ അമ്മേ എന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും MTയുടെ മനസ്സാണ് പുറത്ത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ നായകന്മാർക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്ന മിക്കവാറുള്ള കഥാപാത്രത്തിലൊരു അന്തർമുഖത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങളുടെ മനസ്സിലേക്ക് വെച്ചിരിക്കുന്ന കണ്ണാടിയിലുള്ള പ്രതിബിംബമാണ് ജനങ്ങളിലേക്ക് നമുക്ക് വായിക്കാൻ തന്നിരുന്നത്. MD എന്നും കാലത്തിന് അതീതമായ ഒരു സാഹിത്യകാരനായിരുന്നു, ഒരു കഥാകൃത്തനായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു. സിനിമയുടെ ഇപ്പോൾ MD എന്ന് പറയുന്ന ഇപ്പോൾ MDയുടെ കഥ കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കാത്തവരായിട്ട് സിനിമാ രംഗത്തുള്ള ആരുമില്ല. ഞാൻ പഴയ തലമുറയിലും പുതിയ തലമുറയിലും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വർത്തമാനകാലത്തിനും ഭൂതകാലത്തിനും ഇടയിലുള്ളൊരു പാലമായിരുന്നു ചരിത്ര പുരുഷനായ MT വാസുദേവൻ നായർ. അപ്പം സിനിമയിൽ തീർച്ചയായിട്ടും MD എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ, MD എന്നൊരു പ്രതിഭയുടെ, MD എന്നൊരു മഹാൻ്റെ ഇവിടെ വലുത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.